ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോണത് നിങ്ങൾ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തേക്കാണ്. എക്സൈറ്റ്മെന്റിന്റെ അങ്ങേറ്റോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ എക്സൈറ്റ്മെന്റ് അധികം നേരം നിന്നില്ലട്ടാ. ദീപ് ചതിച്ചാശാനെ ഈ ഇടയായിട്ട് എവിടെ പോകാൻ ഇറങ്ങിയാലും ഇവന്മാര് പണി തരും. ട്രെയിൻ അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. നമ്മുടെ ഭാഗ്യത്തിന് ആ സെയിം ഡയറക്ഷനിലോട്ട് വേറൊരു ട്രെയിൻ കിട്ടി. അങ്ങനെ നമ്മ ഈ പച്ചപ്പും പരിതാപമൊക്കെ കണ്ട് യാത്ര തുടങ്ങി. ട്രെയിൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് നമ്മൾ സ്ഥലത്തെത്തുമ്പോൾ വെളുപ്പിന് ഒരു 4-4:30 ആവും. എന്ത് വില കൊടുത്തും നമ്മളവിടെ എത്തിയിരിക്കും. അതുകൊണ്ട് 2 ടാക്സി വിളിക്കേണ്ടി വന്ന്. ഗൈസ്, ഇതാണ് നമ്മുടെ ചെപ്പേട്ടൻ. ഞങ്ങൾ ജനിച്ചപ്പോ തുടങ്ങി ഇങ്ങനെ കൂട്ടാണ്. ഒരു ദിവസം ഞാൻ കണ്ണൂർന്നപ്പോ ഇവൻ എന്റെ മുമ്പിൽ നിൽക്കണം. ഷോ ആ കഥയൊക്കെ പിന്നെ പറയാം. അതൊരു നീണ്ട കഥയാണ്. ചീഫ് ഓഫീസർ മച്ചമാരെ, ഇങ്ങനൊരു അവസരം നമുക്ക് പൈസ കൊടുത്താൽ പോലും കിട്ടൂല കേട്ടോ. ഞാനിത് പറയാനുള്ള പ്രധാന കാരണം, ഞാനിപ്പോ നിൽക്കുന്ന ഈ വീൽ ഹൗസിൽ ഷിപ്പിൽ വർക്ക് ചെയ്യണവർക്ക് മാത്രം പ്രവേശനമുള്ളൂ. ഷിപ്പിന് പുറത്തുള്ളവർക്ക് വാതിലിന്റെ ഇടയിൽ കൂടെ തലയിട്ട് പോലും നോക്കാൻ പറ്റൂല. പിന്നെ ഈ സാധനം വല്ലപ്പോഴാണ് ഈ കരയെന്ന് കടലിലോട്ട് എടുക്കുന്നത്. നമ്മുടെ ഭാഗത്തിന് ഈ ഷിപ്പ് ജർമ്മനിയിലുള്ള ബ്രമൻഹാവ് എന്നുള്ള പോർട്ടിൽ എടുക്കുകയും ചെയ്ത് ഭാഗ്യം മാത്രം പോരട്ടാ. ഇതിന്റെ ഉള്ളിൽ കയറ്റണമെങ്കിൽ നമുക്ക് അതിന് പറ്റിയ ഒരാളും കൂടി വേണം. സോ നമ്മുടെ ചെക്കൻ ഇതിന്റെ അകത്ത് സെക്കൻഡ് മേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഷിപ്പിൽ കയറാൻ പറ്റിയത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ചെപ്പേടന നല്ലൊരു കയ്യടിയോട് കൂടെ സ്വാഗതം ചെയ്യുന്നത്. അതാണ് ആദ്യം പറഞ്ഞ ആക്സിലേറ്റർ ആണ് ഈ കാണുന്നത്. ആക്സിലേറ്റർ ആണ് ഇതാണ് ആക്സിലേറ്റർ. ഇത് മറ്റേ ഗിയർ വെച്ചിട്ടാണ് സ്ലോ ഹാഫ് ഫുൾ. ഇപ്പൊ ഡെഡ് സ്ലോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടിങ്ങനെ ഇത്ര RPM ആയിരിക്കും. 25 RPM. പിന്നെ അതിങ്ങനെ ഓരോന്നിങ്ങനെ കൂടി മാക്സിമം വരണ വേണ്ട 78 RPM വരെ പോകും. പക്ഷെ നമ്മളിവിടെ 61 RPM വരെയൊക്കെ പോകാറുള്ളൂ. അപ്പൊ ഒരു 18 നോട്ട് 19 നോട്ട് നമ്മുടെ കിലോമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ആയിട്ട് ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ട് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.85 കിലോമീറ്റർ. അപ്പൊ അതിന്റെ ഡബിൾ. ഒരു നോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2 നോട്ട് 2 കിലോമീറ്റർ നമുക്ക് പറയാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റവും നമ്മളുടെ പ്ലെയിന്റെ സിസ്റ്റം ഒക്കെ ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആണ്. പ്ലെയിന്റെ ആവാൻ നേരത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി അത്ര ചെറിയ സാധനം എല്ലാം കൂടി ഒരുമിച്ച് കന്നിട്ട് അത്ര സ്വിച്ച് ഒക്കെ ഉണ്ട്. നമുക്ക് ഇത്ര വിസ്താരമായിട്ട് കിടക്കല്ലേ. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ സാധനം. ഇത് 2 റഡാറിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഇപ്പൊ വേറെ ടാർഗറ്റിനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ ഷിപ്പിനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഇതിനകത്ത് കാണിക്കും. ഇതിപ്പോ ഓൺ ചെയ്യാൻ പറ്റൂല, പോർട്ടിൽ അങ്ങനെ ഓൺ ചെയ്യാൻ പറ്റൂല. പിന്നെ ഇതാണ് നമ്മളുടെ ഇലക്ട്രോണിക് ചാർട്ട്. ഇതിൽ നോക്കിയാണ് ഇതാണ് ഇപ്പൊ നമ്മളുടെ ഷിപ്പ്. ഈ കിടക്കുന്ന നമ്മളുടെ ഷിപ്പാണ്. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഞങ്ങൾ അടുത്ത ബോട്ടിലോട്ട് സ്പെയിനിലോട്ടാണ് പോണത്. അപ്പൊ ഇത് ഇപ്പൊ ഞാനിപ്പോ അങ്ങോട്ടുള്ളൊരു പാസേജ് പ്ലാൻ എന്നാണ് പറയണത്. അത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ മഞ്ഞ ലൈനല്ലേ, അതിലെ കൂടിയാണ് പോണത്. ഇങ്ങനെ പോയി ഇത് കണ്ടില്ല. ഇപ്പൊ ജർമ്മനി പോയിട്ടില്ല. ജർമ്മനി ഇങ്ങനെ കയറി ഇത് പോയി. ഇവിടെ ജർമ്മനി, ഇതും ജർമ്മനിയാണ്. നിന്റെ ജോലി എന്താണ്? ഇതൊക്കെ ഉണ്ടാക്കുന്ന സംഭവം ജോലിയാണ് ഈ സാധനങ്ങൾ പാസേജ് പ്ലാൻ ഉണ്ടാക്കല്, പോണ റൂട്ട് ഉണ്ടാക്കല്, പിന്നെ ഇതിന്റെ എല്ലാം മെയിൻ്റെനൻസ്. ഇത് ഇവിടെ ഉള്ള ഈ ഏരിയ മൊത്തം എന്റെ അണ്ടറിലാണ്. ഈ ഏരിയ എന്ന് പറഞ്ഞത് ഈ കാണുന്ന മൊത്തമല്ല കേട്ടോ. ഈ സാധനം കഴിഞ്ഞു, ഈ സാധനങ്ങളെല്ലാം. പിന്നെ ഇവിടെ ഈ ബുക്ക്, ഇതിന്റെ അകത്ത് കുറെ മെഷീൻസ് വേറെ ഉണ്ട്. ഇവിടെ മെഷീൻസ് എന്നല്ല പറയണത്, എക്യുപ്മെന്റ്സ്. മെഷീൻസ് അല്ല, അത് എക്യുപ്മെന്റ്സ് ആണ്. ഇത് ഇലക്ട്രോണിക് ചാർട്ടാണ് ഇപ്പൊ നേരത്തെ കണ്ടത്. ഈ സാധനം ഇലക്ട്രോണിക് ചാർട്ടാണ് ഈ കണ്ടത്. ഇതിന്റെ തന്നെ പേപ്പർ വെർഷൻ ആണ് ഇത്. അതായത് പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്ന വെച്ചത് ഈ പേപ്പറാണിത്. നിങ്ങൾ ഇത് ഇപ്പോഴും കൊണ്ടു നടക്കണത്? ഇത് കമ്പനിയുടെ റിക്വയർമെന്റ് ആണ്. ഇപ്പൊ കുറച്ച് മിനിമം ആയിട്ടുള്ള കുറച്ച് ചാർട്ടൊക്കെ നമ്മള് കീപ്പ് ചെയ്യണമെന്നുള്ളത്. അപ്പൊ അതിന്റെ പേരിലാണ് ഇപ്പോഴും ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണത്. ഇതിന്റെ ആവശ്യമില്ല, ശരിക്കും റിക്വയർമെന്റ് ആയിട്ട് ആവശ്യമില്ല. ഇത് കമ്പനിയുടെ ഒരു റിക്വയർമെന്റ് മാത്രമേ ഉള്ളൂ. ഈ ഷിപ്പിലേക്കില്ലേ എല്ലാരും മറ്റേ വീഡിയോ ഇടുന്നത് മറ്റേ വൈറ്റ് ഡ്രസ് യൂണിഫോം കിട്ടുന്നതാണോ? നിങ്ങൾ എന്താണ് ഇങ്ങനെ എല്ലാരും? അത് വെറുതെ ചുമ്മാ ആൾക്കാരെ പറ്റിക്കാനായിട്ട്. സത്യത്തില് അല്ല, ഇവിടെ അങ്ങനെ ഞങ്ങളിപ്പോ പോർട്ടിലല്ലേ, പോർട്ടിൽ യൂണിഫോമിന്റെ കാര്യമൊന്നുമില്ല. പോർട്ടിൽ ഞങ്ങളിപ്പോ ഡെക്കിൽ പോകണം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള യൂണിഫോം ഇട്ട് നടക്കണമെന്നില്ല. അതൊക്കെ ചുമ്മാ ഈ പറഞ്ഞ പോലെ കുറെ ആൾക്കാരെ പറ്റിക്കാനായിട്ട് കുറെ ആൾക്കാരെ അവന്മാരുടെ പണിയാണ്. ഞാൻ കാണുന്ന ഈ ഷിപ്പിലുള്ള എല്ലാവരുടെ വീഡിയോസിലൊക്കെ ഇങ്ങനെയാണ് കാണാറ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂണിഫോം ഇടാറില്ല, തീരെ ഇടാറില്ല. പിന്നെ അത് ക്യാപ്റ്റനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ക്യാപ്റ്റന്മാര് ഈ പോർട്ടില് ഒരിക്കലും ഇടേണ്ട കാര്യമില്ല. ഇപ്പൊ സെയിൽ ചെയ്യണ സമയത്ത് ചില ക്യാപ്റ്റന്മാർക്ക് ഇടണമെന്ന്, പകല് മാത്രം. രാത്രി ഒരിക്കലും ഇടാറില്ല. ഞങ്ങളിവിടെ യൂണിഫോം ഇടാറില്ല. യൂണിഫോം ഇടുന്ന സാധാരണ ഞങ്ങൾ ഇപ്പൊ ആൾക്കാരൊക്കെ നടക്കുന്നത് പാന്റ് ഷർട്ട് ഇടും. അതുപോലെ ഞങ്ങളിവിടെ നടക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് കയറിയ കുറെ പിള്ളേരുണ്ട്. പിന്നെ അതുപോലെ തന്നെ റീച്ച് കിട്ടാൻ വേണ്ടി നടക്കുന്ന കുറെ പിള്ളേരുണ്ട്. അവരൊക്കെയാണ് ഈ യൂണിഫോം ഇട്ടിട്ട് നടക്കുന്നത്. നമ്മളാ കാറ്റഗറിയിലുള്ള ആൾക്കാരല്ല. ഇതാണ് കേസിന്റെ സ്റ്റിയറിംഗ്. ഞാൻ വേണമെങ്കിൽ ഷിപ്പ് വളക്കാന്ന് പറഞ്ഞു. ചെപ്പം പറഞ്ഞ് വെള്ളത്തിലേക്ക് ഇറക്കിയിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് കപ്പല് കയ്യിൽ. ഇതാണ് ഇതിന്റെ സ്റ്റിയറിംഗ്. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്.
നമുക്ക് സാധാരണ പോലെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഓടും, അല്ലാന്നുണ്ടെങ്കിൽ മാനുവൽ ആയിട്ട് നമുക്ക് സാധാരണ കാറൊക്കെ ഓടിക്കുന്ന പോലെ ഓടിച്ചിട്ട് പോവാം. അപ്പൊ അതിന് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഈ സ്വിച്ച് വെറുതെ തിരിച്ചാൽ മതി. ഈ സ്വിച്ച് ഇങ്ങനെ തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലോട്ട് ഓൾറെഡി മാറിക്കോളും. പിന്നെ ഇവിടെ നമ്മളുടെ ആ പോണ്ട കോഴ്സ് എന്നാണ് പറഞ്ഞത്, അത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇതില് പോവും. നമ്മള് അടുത്ത സെറ്റിംഗിൽ മാറ്റണ വരെയും ആ ഒരു ലൈനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. ബ്രേക്ക് എവിടെയാണ്? ബ്രേക്ക് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നമ്മള് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലോ ചെയ്യാം അല്ലെങ്കിൽ റിവേഴ്സ്. ടൈറ്റാനിക് ബ്രേക്ക് ഇല്ലാതെ അടിച്ച് അത് പറ. ടൈറ്റാനിക് എന്താ ബ്രേക്ക് പിടിക്കാൻ പറ്റാതെ? ടൈറ്റാനിക് ബ്രേക്ക് പിടിക്കാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് ജോലി ചെയ്യണം. ആ കള്ളപ്പാന്തികള് ജാക്കിന്റെ റോസിനെ നോക്കി മര്യാദക്ക് നോക്കി തരുന്നെങ്കിൽ ഇത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇത് നമ്മുടെ ഇപ്പൊ ഷിപ്പിന്റെ താഴെയുള്ള വെള്ളത്തിന്റെ ഡെപ്ത് ഷിപ്പിന്റെ താഴെയുള്ളത് ഇത്രയും ഡെപ്ത് ഉണ്ട്. ഷിപ്പിന് എത്ര ഡെപ്ത് ഉണ്ട് ഇപ്പൊ താഴത്തേക്ക് 11.6. അത് കൂടാതെ ഇതും കൂടി ഉണ്ട്. അപ്പൊ ഏകദേശം ഒരു 19 മീറ്റർ ഡെപ്ത് ഉണ്ട് ഇവിടെ. നമ്മുടെ കണ്ണൻ, നമ്മുടെ രണ്ടാമത്തെ മലയാളി, എത്ര മലയാളീസ് ഉണ്ട് ഷിപ്പിൽ? ഞങ്ങളിപ്പോ ഇതിനകത്ത് 3 പേരുണ്ട്. 3 പേര്. കണ്ണന് ഞാൻ ഒരുമിച്ച് കയറിയതാണ്, ഒരുമിച്ച് വെച്ചാണ്. കണ്ണൻ ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഓഫീസർ, ട്രെയിനി ഇലക്ട്രിക്കൽ ഓഫീസർ. കണ്ണൻ ഇറങ്ങും. കണ്ണൻ ഇറങ്ങണത് കമ്പനിയുടെ ഇതുപോലെ ഇരിക്കും. നാട്ടിലെവിടെയാണ്? പത്തനംതിട്ട. ഓക്കെ ഓക്കെ. കണ്ണൻ ഈ പറഞ്ഞ പോലെ ഞാനും കണ്ണൻ ഒരുമിച്ച് ജോയിൻ ചെയ്ത് മിക്കവാറും ഒരുമിച്ച് തന്നെ പോകും ഞങ്ങള്. എത്ര ഷിപ്പിൽ ഇറങ്ങിയാണ്? 7 മാസം 20. കണ്ണൻ ആദ്യമായിട്ട് വന്നതാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കണ്ണൻ ആദ്യമായിട്ട് വന്നതാണ്. ചെപ്പൻ എത്ര വർഷം? ഞാനൊരു 10-14 വർഷമൊക്കെ ആയിപ്പോ. ഇവൻ ഞാനൊക്കെ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കയറുന്ന സമയത്ത് ജോലി കയറിയാണ്. അപ്പൊ ഞാൻ പ്ലസ് 2 കഴിഞ്ഞ് പിന്നെ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ഒരു വർഷത്തെ കോഴ്സ് എടുത്ത് പിന്നെ കുറെ തേരാപ്പാര നടന്നിട്ടാണ് ജോലി കയറുന്നത്. അപ്പൊ അന്നോടിക്കാണ് ചെപ്പനൊക്കെ ഈ സാധനം കൈയിറക്കി കൂടിക്കുന്നത്. അപ്പൊ അത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ചെപ്പനൊക്കെ. പിന്നെ ട്രെയിനിയുടെ കോഴ്സിന് നീരജ് ഈ പുള്ളിയും കയറിയിട്ടുള്ളൂ. നീരജ് ഇപ്പൊ ഫസ്റ്റ് ഷിപ്പിൽ വന്നിട്ടുള്ളൂ. ആദ്യമായിട്ട് ട്രെയിനായിട്ട് കയറിയേക്കണ്. ഗൈസ്, ഹീസ് ഫ്രം വെസ്റ്റ് ബംഗാൾ. നീരജ് മാധവാണ്. നീരജ് മാധവല്ല, നീരജ് സിംഗ്. എടാ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പോർട്ടിലോട്ടൊക്കെ വന്ന സമയത്ത് പോർട്ടിൽ നിന്ന് ഒരു ക്യാപ്റ്റൻ വരും ഷിപ്പ് അകത്തോട്ട് കൊണ്ടുവരാനായിട്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇവിടെ നിന്നിട്ടാണ് കൺട്രോൾ ചെയ്യണത്. നേരത്തെ ഉള്ളിൽ കാണിച്ച ആ സ്പീഡ് കൂട്ടണം കുറക്കണം എന്ന് പറഞ്ഞില്ലേ, അതിന്റെ തന്നെയാണ് ഇത്. ചെറിയൊരു സംഭവം, ചെറുത്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇത് നമ്മള് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യണത്. ഈ ഷിപ്പ് എത്ര വർഷം പഴക്കം കൊണ്ടിപ്പോ? ഇതിപ്പോ 2015 മോഡലാണ്. 2015 ലാസ്റ്റ്. എടാ അത് അതിനെ പറയണ ഗ്യാൻഡ്രീന്നാണ്. നമ്മളുടെ ഈ കണ്ടെയ്നർ കയറ്റാനായിട്ടും ഇറക്കാനായിട്ടൊക്കെ ക്യാബിൻ ഉണ്ട്. അതിനകത്തൊരു ആളുണ്ടാവും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അത് ഇവിടെ വരും, കണ്ടെയ്നർ എടുക്കും, പുറത്തുകൊണ്ട് വെക്കും. പിന്നെ അതുപോലെ തന്നെ ലോഡ് ചെയ്യണത് അതുപോലെ തന്നെ അവിടെ എടുത്ത് ഇവിടെ കൊണ്ടേക്ക്. നിങ്ങൾക്ക് എത്ര കണ്ടെയ്നർ ഇതുപോലെ കൊണ്ടുപോകാൻ പറ്റും? ഇപ്പൊ ഇതിന്റെ ഈ ഷിപ്പിന്റെ കപ്പാസിറ്റി 9000 കണ്ടെയ്നർ വരെ കൊണ്ടുപോകാൻ പറ്റും. 9000 കണ്ടെയ്നറിന്റെ. പിന്നെ അത് കണ്ടെയ്നർ തന്നെ കിലോ കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, കിലോ എന്നല്ല ഉദ്ദേശിക്കുന്നത്, കണ്ടെയ്നറിന്റെ കപ്പാസിറ്റി. പിന്നെ ഇപ്പൊ ഏറ്റവും വലുതൊക്കെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24,000 കണ്ടെയ്നർ വരെ കൊണ്ടുപോകാൻ പറ്റുന്ന ഷിപ്പുകൾ. അതൊക്കെയാണ് നമ്മുടെ ഈ വിഴിഞ്ഞത്തൊക്കെ വന്നത്. ഈ മുകളിൽ കാണുന്ന ഈ സാധനം വെച്ചിട്ടാണ് നിങ്ങൾ കണ്ടെയ്നർ പൊക്കിയെടുത്തോണ്ട് പോണല്ലേ? അതെ. ഇതിനൊക്കെ പ്രത്യേകിച്ച് ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് വേറെ ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ പണിയല്ല? അല്ലല്ല, അതെല്ലാം പോർട്ടിൽ നിന്ന് തന്നെ ആൾക്കാർ വരും, അവർ തന്നെയാണ് ചെയ്യണത്. അതൊക്കെ പോർട്ടിന്റെ എംപ്ലോയീസ് ആണ്. പിന്നെ ഇന്നലെ പറഞ്ഞില്ലേ ഇതിന്റെ അത് ഏറ്റവും വില കൂടുതലുള്ള കണ്ടെയ്നേഴ്സ് എന്നുള്ള സംഭവം? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ വെള്ള കളറിലൊക്കെ കാണുന്ന കണ്ടെയ്നർ കണ്ടോ? വെള്ള, അതായത് അവിടെ ഒരു വെള്ളമാണ് അത്. പിന്നെ ഇത് ഇവിടെ വെള്ള, പിന്നെ ഇവിടെ ഇരിക്കണ ഈ വെള്ള, ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെഫ്രിജറേറ്റഡ് ആയിട്ടുള്ള കാർഗോ കൊണ്ടുപോകുന്നതാണ്. അതായത് നമ്മളുടെ ഇപ്പൊ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മീറ്റ്, പിന്നെ ഡയറി പ്രൊഡക്ട്സ്, മെഡിസിൻസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് ഈ സാധാരണ കണ്ടെയ്നറിൽ കൊണ്ടുപോകാൻ പറ്റൂല. കൊണ്ടുപോയിട്ടുണ്ടെന്ന് വെച്ചാൽ ചീത്തയായി പോകല. അപ്പൊ അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹൈ വാല്യൂ കാർഗോ ആണത്. നമുക്കൊക്കെ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത്, കണ്ടെയ്നർ ഷിപ്പിനൊക്കെ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് ഒരെണ്ണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതാണ് കൂടുതലായിട്ട് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നത്. ഈ റീഫർ കാർഗോ എന്നാണ് നമുക്ക് കൂടുതലായിട്ട് പ്രോഫിറ്റ് കിട്ടുന്നത്. ഇങ്ങനെയാണ് അടുപ്പിക്കണം. അതെ, ഇനി അത് ആ 2 ടഗും കൂടി ഒന്ന് പുഷ് ചെയ്ത് അതിനുള്ളിലോട്ട് കയറ്റും. അത് അതല്ല, അപ്പൊ ഷിപ്പിനൊന്നും പറ്റൂലേ? ഇല്ലില്ല, അത് ഫുൾ ഇങ്ങനെ റബ്ബർ വെച്ചിട്ടുണ്ട്. നമ്മുടെ ടയറൊക്കെ കെട്ടി വെക്കൂലേ, അതിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ പുഷ് ചെയ്ത് ഉള്ളിലോട്ട് കയറ്റും. അപ്പൊ നമ്മുടെ ഷിപ്പിൽ ഡേഞ്ചറസ് കാർഗോ ഉണ്ടെന്ന് അറിയിക്കാനായിട്ടുള്ളതാണത്. റെഡ് കളറിൽ. അപ്പൊ ഇത് പോർട്ടിൽ വരാൻ നേരത്തെ നമ്മള് ഈ ഫ്ലാഗ് എപ്പോഴും ഇടണം. എടാ ഇത് പിന്നെ ഈ ഫ്ലാഗ് എപ്പോഴും നമ്മൾ ഏത് രാജ്യത്താണ് പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തെ ആ ഫ്ലാഗ് ഇവിടെ ഉണ്ടാവണം. ഈ സൈഡിൽ വലത്തെ സൈഡിൽ
ഇതാണ് ഷിപ്പിന്റെ ഏറ്റവും ടോപ്പ് ഇപ്പൊ. അതെ അതെ അതെ, ഏറ്റവും ടോപ്പ് ഇതാണ്. നമ്മുടെ ഈ പ്ലെയിന്റെ ഒക്കെ ഇത് പറയൂലേ, ബ്ലാക്ക് ബോക്സ് എന്ന് പറയൂലേ, കേട്ടോ? ബ്ലാക്ക് ബോക്സ് എന്ന് കേട്ടിട്ടില്ല. അത് പ്ലെയിൻ ഇപ്പൊ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ പറ്റി പ്ലെയിൻ ക്രാഷ് ആയി കടലിലൊക്കെ പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി, അപ്പൊ ആ സമയത്ത് നമുക്ക് ലാസ്റ്റ് ഈ പ്ലെയിന്റെ ഉള്ളിലുണ്ടല്ലോ, പ്ലെയിനിലെ കാര്യം പറഞ്ഞ ആ സെയിം സിസ്റ്റം തന്നെയാണ് ഇത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് സംസാരിച്ചത്, പൈലറ്റ് ഇപ്പൊ എന്തൊക്കെയാണ് സംസാരിച്ചത്, ലാസ്റ്റ് മൊമെന്റിൽ എന്തൊക്കെയാണ് സംസാരിച്ചത്, എന്താണ് പറ്റിയത് പ്ലെയിനിന്, പിന്നെ എക്യുപ്മെന്റിൽ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടാകണ്ട. കാരണം നമുക്ക് ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഓൾറെഡി കട്ടായിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പൊ ആ സമയത്ത് ഇതെല്ലാം സ്റ്റോർ ചെയ്ത് ഇതിനകത്ത് വെക്കും. നമ്മുടെ ഇപ്പൊ ഷിപ്പിന്റെ ഉള്ളിൽ നമ്മൾ സംസാരിക്കുന്നത് എന്താണ്, ആ വീൽ ഹൗസിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ, അതെല്ലാം ഇതിനകത്ത് സ്റ്റോർ ചെയ്ത്, പിന്നെ ഷിപ്പിന്റെ സ്പീഡ് എത്രയായിരുന്നു ആ സമയത്ത് അതെല്ലാം ഇതിനകത്ത് സ്റ്റോർ ചെയ്ത്, പൊസിഷൻ ഓട്ടോമാറ്റിക്കലി സ്റ്റോർ ആവും. അപ്പൊ എല്ലാ 12 മണിക്കൂറും അതിങ്ങനെ ഓവർ റേറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് ഷിപ്പ് മുങ്ങിപ്പോയാലും ഇപ്പൊ ഡൈവേഴ്സിനൊക്കെ ചെന്നിട്ട് ഈ സാധനം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇത് ഏറ്റവും മുകളിലാണ് ഇരിക്കണേ. അപ്പൊ ഒരിക്കലും എടുക്കാം. അപ്പൊ ഇതിന് വോയേജ് ഡാറ്റ റെക്കോർഡർ എന്നാണ് VDR. പ്ലെയിന്റെ ഒക്കെ ഈ ബ്ലാക്ക് ബോക്സ് പോലെ തന്നെ ഷിപ്പിന്റെ VDR എന്നാണ് പറയുന്നത്. സാധനം ഇങ്ങനെ കിടന്ന് കറങ്ങണിരിക്കണം, പ്ലെയിൻ പോലെ ഇരിക്കുന്ന സാധനം. അത് നമ്മൾ കാറ്റ് എവിടെ നിന്നാണ് വന്നത്, എത്ര സ്പീഡിലാണ് വന്നതെന്നൊക്കെ കാണിക്കുന്നതാണ്. വലിയ ഇതായിട്ട് കണ്ടില്ല, അതും എന്നെ ഇതും ഇത് നേരത്തെ പറഞ്ഞ റഡാറില്ല, നമ്മുടെ ഷിപ്പിനൊക്കെ കാണുമെന്ന് പറഞ്ഞില്ലേ, അതിന്റെ സ്കാനർ ആണത്. ആ സാധനം സ്കാനർ, ആ സാധനം കറങ്ങിയാണ് ഇതിനൊക്കെ ഡിറ്റക്ട് ചെയ്തെടുക്കുന്നത്. ഷിപ്പിന് ഇട്ട് കൊടുക്കുന്നത് അവിടെ താഴെ, അവിടെ ഓറഞ്ച് കളറിലോ ആൾക്കാർ നിൽക്കണ്ട, അവരാണ് എടുത്തത്. നമ്മൾ ഷിപ്പിന്ന് ഇറക്കി കൊടുക്കും റോപ്പ്, അവരെന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് ആ ഇത് കണ്ട അതിന്റെ പൊള്ളാടുന്നാണ് പറയണത്, അതിനകത്തോട്ട് ഇട്ട് അതേ കണ്ട ആ കാറിൽ വലിച്ച് കയറ്റിയിട്ട് ഇനിയിപ്പോ നോക്കി ഈ റോപ്പ് വലിച്ചേറ്റത്. അത് ഡിപ്പെൻഡ്, ചില ബോട്ടിലൊക്കെ അവർ കൈ കൊണ്ട് തന്നെ വലിച്ചു കയറ്റും, ഇവിടെ കാറിൽ വെച്ചിട്ട് എന്നിട്ട് ആ സാധനം എടുത്ത് ഞാൻ പൊള്ളാട്ടിലോട്ട് ഇടും. ഇനി ആ ഷിപ്പ് കെട്ടണ വരെ ഈ ഇപ്പുറത്ത് അവരവിടെ നിൽക്കും, അവർ പുഷ് ചെയ്ത് അവിടെ നിർത്തിയിട്ടുണ്ടാവും. ഡോക്ടർ നീയാണോ ഡോക്ടർ എടുത്ത പോയി ചെറിയ ചെറിയ ഓപ്പറേഷനൊക്കെ നടത്തും, വലുതല്ല ചെറുത്. ഇതാണ് ഇവിടുത്തെ ഹോസ്പിറ്റല്. ചെറിയ എമർജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഡോക്ടറാണ് കാണുന്നത്. അതെ, ഹോസ്പിറ്റലിലെ ഡോക്ടറെ കണ്ടത്. പനിക്ക് വരുന്നോട് കൂടെ പനിക്ക് പാരസെറ്റമോൾ പേഷ്യൻസിന് കിടക്കാൻ സ്ഥലം. പിന്നെ അല്ല, ഇത് ഓക്സിജൻ ചെറിയൊരു സെറ്റപ്പ് അല്ലേ? ചെറിയ സെറ്റപ്പ്. ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തിട്ട് കുളിപ്പിച്ച് അത് കുളിപ്പിക്കണ ഡോക്ടർ കം ടെക്നീഷ്യൻ ഇതാണ് ഇവിടുത്തെ കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ നമ്മൾ ഇവിടെയൊക്കെ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിപ്പിലെ കുറിച്ച് മരിക്കുക, നമ്മൾ കടലിലാണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യണമെന്ന് അറിയോ? ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആള് ക്ലീൻ ഒക്കെ ചെയ്തിട്ട് നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഈ ഇറച്ചിയും മീനൊക്കെ വെക്കണ ഒരു ചേമ്പർ ഉണ്ട്, അവിടെ നിന്ന് ഇറച്ചി മീനെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഈ ആളെടുത്തിട്ട് ഞങ്ങൾ അതിനകത്തോട്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതം. ഞങ്ങളുടെ ജീവിതം ഒരു പ്രത്യേകതരം ജീവിതം. ഫസ്റ്റ് എയ്ഡ് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ കാപ്പി പിടിക്കാനും കൈ എഴുതാനും ഇതിനൊക്കെയായിട്ടുള്ള സംഭവം ഈ വീൽ ഹൗസിൽ തന്നെ ഉണ്ടല്ലേ? അത് ഇതിനകത്ത് തന്നെ ഉണ്ട്. നമുക്ക് ആ സമയത്ത് ഡ്യൂട്ടിയുടെ സമയത്ത് താഴോട്ടൊന്നും ഇറങ്ങി പോകാൻ പറ്റില്ല. നമ്മൾ ഇവിടുന്ന് ആ ടൈമിൽ ഡ്യൂട്ടിയുടെ ടൈമിൽ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവണം, പുറത്തോട്ടൊന്നും പോകാൻ പാടില്ല. അപ്പൊ ആ സമയത്ത് ഇപ്പൊ വിശക്കണെന്നുണ്ടെങ്കിലൊക്കെ രാത്രിയൊക്കെ അല്ലേ, വിശക്കണ സമയത്തൊക്കെ അപ്പൊ ഇവിടെ ചെറുതായിട്ട് ബിസ്ക്കറ്റും ചായ ഉണ്ടാക്കാൻ കാപ്പി ഉണ്ടാക്കാനായിട്ടൊക്കെ ഇവിടെ സെറ്റപ്പ് ഉണ്ട്. ചെറിയൊരു ജിമ്മുണ്ട് ഞങ്ങൾക്ക് കയറിയിട്ടുള്ള. ഇവിടെ ആളുണ്ട്, ഇവിടെ ചീഫ് ഓഫീസർ. ഇതാണ് ചീഫ് ഓഫീസർ. ഇവിടെ ഓൾറെഡി ഒരാൾ വർക്കൗട്ട് ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ചീഫ് ഓഫീസർ. അതെ, നിങ്ങൾ ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറത്തില്ല. പുള്ളിപ്പ ലെഗിൻ വർക്കൗട്ട് ചെയ്തിരിക്കുന്നു. ഹായ്, nice to meet you. Yeah, nice to meet you. Thank you. എടാ, പുള്ളിയാണ് ഇവിടുത്തെ മെയിൻ ആള്, ഇൻചാർജ്, കാർഗോന്റെ ഇൻചാർജ്. ഷിപ്പിന്റെ ഫുൾ കൺട്രോള് പുള്ളിയിലാണ്, ചീഫ് ഓഫീസർ. So he is the in charge of your most important person on board. Okay. Most important person. So humble. Yes. So my boss. Or small gym. Only one bar. One bar. Yeah. Some dumbbells, free weight. Okay. And the machine. Which is almost of no use. So this is our gym, small gym. Yeah. Very small gym. Very small. You only doing the gym workout or? No, there are other guys also, but coming one at a time. Small gym. Okay. And it is depend upon the rest time also. When they have time, they will come and Okay. they will do the gym. Okay, Bye thank bye. you. Nice to meet you. Yeah. Also. കാണാൻ പോകണം. ഇത് മെസ്റൂം. മെസ്റൂം പോവാം. Okay.
ഹായ് my best friend Lawrence. ഹായ് This is new fourth engineer. ന്യൂ ഫോർത്ത് എഞ്ചിനീയർ Just joined. ജസ്റ്റ് യു കെയിം യെസ്റ്റർഡേ Today morning he came. ഓക്കെ Just joined. നമ്മളുടെ നാട്ടുകാരനാണ്, തമിഴ്നാട്. തമിഴ്നാട് ആ. കേരള ഇവര് ബെർലിനിൽ. ഞാൻ வந்து ബെർലിൻ വർക്ക് பண்ணிட்டு இருக்கு ഫസൽ ഭായ് ഗോഡ് ജസ്റ്റ് വിസിറ്റ് பண்ணி എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവിടെ. എല്ലാം മലയാളത്തിനുള്ളിൽ ഫിലിപ്പിനോ. Filipino. Okay, okay. Philippines. Yeah, then you guys can eat lots of Philippines food. But he is special for me over here. Whatever I need, he will give. Okay. Including biryani. Yeah, whatever. എടാ ഇതാണ് ഇവിടുത്തെ അടുക്കള. അടുക്കള. ഇവിടുത്തെ അടുക്കള. അടുക്കള ഇതാണ് നമ്മുടെ ചപ്പാത്തി വരുത്തുന്ന മെഷീൻ. അതെ, ചപ്പാത്തി. ഇത്രയും ഇത് സെറ്റപ്പിൽ മതി നിങ്ങൾക്ക്. ആ, ഇത് ചൂടാക്കാനായിട്ടുള്ളത് കാര്യങ്ങളെല്ലാം. പിന്നെ കുക്ക് ചെയ്യണത്, പിന്നെ ഇതിനകത്ത് ഫാറ്റ് ഫ്രയർ. ഇതെന്താണ് സ്റ്റവ് ആണ് കാണാൻ? ഓവൻ. ആ, സ്റ്റവ്. അപ്പൊ അതാ ആ സാധനം അത് മറ്റേ ഡീപ് ഫാറ്റ് ഫ്രയർ എന്നൊക്കെ പറഞ്ഞ ചപ്പാത്തിയൊക്കെ. ഓക്കെ ഓക്കെ. ചപ്പാത്തി പെട്ടെന്ന് ആവാൻ വേണ്ടി. അതന്നെ, ഇത് ഓവൻ. ഇത് മറ്റേ മൈക്രോവേവ് ഓവൻ. ഓവൻ. ഓക്കെ ഓക്കെ. ലോറൻസ്, I'm just going to refrigerator room. Just want to show you. എടാ ഇതുപോലെ തന്നെ അത് ഓഫീസേഴ്സിന്റെ മെസ് റൂം, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇത് ക്രൂവിന്റെ മെസ് റൂം. ഓക്കെ ഓക്കെ. എല്ലാ ക്രൂസും കൂടെ ഒന്ന് ഫുഡ് അവര് ഭക്ഷണം കൂടെ നമ്മളെ എഞ്ചിനീയേഴ്സും ഓഫീസേഴ്സ് ഒക്കെ ആ സൈഡ്. അപ്പൊ അപ്പുറത്തായിട്ട് വേറെ വേറെ ക്യാബിൻ. അതെ. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ നമ്മളുടെ ഫുഡൊക്കെ വെക്കാനായിട്ടുള്ള ഇത് പച്ചക്കറിയും സ്റ്റോർ ചെയ്യാനായിട്ടുള്ളത്, ഫ്രോസൺ ഐറ്റംസ് കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് ഇവിടെ വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഒക്കെ വെക്കണത് ഇതിനകത്ത്. ഇത് തണുപ്പായിരിക്കുള്ളൂ. പിന്നെ ഓക്കെ. തണുപ്പുണ്ടല്ലോ. തണുപ്പാണ്. അതിനകത്ത് ആരെങ്കിലും കയറി പെട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓടിക്കുന്ന സ്ഥലം വീൽ ഹൗസിൽ അവിടെ കേൾക്കും. മറ്റേ ഒരു പടം ഉണ്ടായിരുന്നല്ല, അന്നാബെന്നിന്റെ മനസ്സിലായി. എന്താ പടത്തിന്, ഹെലൻ. ഹെലനിൽ പെട്ടുപോണത്. പക്ഷെ അത് മറ്റേ ഇത്തിരി അത്രയും തണുപ്പുണ്ടാവും അവിടെ. പിന്നല്ലാണ്ട്. അതെ. ഇത് ഇതിലിപ്പോ ഇത്തിരി തണുപ്പ് കുറവായിരിക്കുള്ളൂ. ഇനി അപ്പുറത്തോട്ട് പോയാണെങ്കിൽ മീറ്റ് റൂം ഉണ്ട്. റൂം ഉണ്ട്. ഇതിലും കൂടുതൽ തണുപ്പായിരിക്കുള്ളൂ, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണേ. ഇതിപ്പോ ഇവിടെ നല്ല തണുപ്പുണ്ടോ? അവിടെ തണുപ്പ് കൂടുതലായിരിക്കുള്ളൂ. എന്റെ മൂവ് ഇത് ചവിട്ടുമ്പോ മറ്റേ ഐസ് വാട്ടർ മത്സരമുണ്ട്. ഇവിടെ നല്ല തണുപ്പുണ്ട്. അതൊക്കെ പെട്ട കഴിഞ്ഞാൽ തീർന്നു. അതെ. ഇനി അതുപോലെ ഇത് ഫിഷ് റൂമാണ്. ഇതിന്റെ ഉള്ളിൽ മീറ്റ് റൂം. ഇത് മീറ്റ് റൂം. ഓക്കെ ഓക്കെ ഓക്കെ. ഈ മീറ്റ് ഒക്കെ നിങ്ങള് മറ്റേ ഫ്രോസൺ തന്നെയാണ്? ഫ്രോസൺ ആണിത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു 2 മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് സ്റ്റോർ ചെയ്തിട്ട് 2 മാസത്തിനുള്ളിൽ അടുത്ത സ്ഥലത്തെത്തും. 2 മാസത്തിനുള്ളിൽ ഞങ്ങൾ സാധാരണ 2 മാസത്തിനുള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇനിയിപ്പോ അടുത്ത സാധനങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് നെക്സ്റ്റ് ഇപ്പൊ നെതർലാൻഡിൽ നിന്നാണ് മേടിച്ചത്. നിങ്ങൾ ഈ ഫിഷ് ഒക്കെ എങ്ങനെയാണ്? അതെല്ലാം മേടി. നിങ്ങൾ പിടിക്കും ഇവിടുന്ന്? പിടിക്കണമൊന്നുമില്ല. ചൂണ്ടിട്ട് പിടിക്കാറില്ല? ചൂണ്ടിട്ടൊന്നും പിടിക്കാറില്ല. ചിക്കനാണത്? ചിക്കൻ. ചിക്കനൊക്കെ ഇങ്ങനെ ബൾക്കായിട്ട് എടുത്ത് വെക്കുമല്ലേ? തൈസ് വേറെ 2 മാസം. ഞാൻ 2 മാസമൊക്കെ ഉള്ളത് പ്രൊവിഷൻ എപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ടാവും. അയ്യോ നീ നിനക്ക് ഇഷ്ടമുള്ള ഓഫീസർ, നീ ക്യാപ്റ്റനാണ് എടുത്താ. ഡെക്ക് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മളെ സാധാരണ ഫ്ലോർ എന്ന് പറയൂലേ, ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ അത്ര ഉള്ളത് ഡെക്ക് എന്ന് പറഞ്ഞാൽ. ഇതിപ്പോ അപ്പർ ഡെക്കാണത്. ഏറ്റവും താഴെയുള്ളത് അപ്പർ ഡെക്ക്. പിന്നെ അടുത്തത് ഇനി മുകളിലോട്ട് പോകുമ്പോ എ ഡെക്ക്, ബി ഡെക്ക്, സി ഡെക്ക്, അങ്ങനെ. മുകളിൽ നമുക്ക് ഏറ്റവും മുകളിലുള്ള ജി ഡെക്ക്, അവിടെയാണ് ക്യാപ്റ്റനൊക്കെ താമസിക്കുന്നത്. അതിന് മുകളിലുള്ളതാണ്, അതിനും ഏറ്റവും മുകളിലുള്ളതാണ് നമ്മുടെ വീൽ ഹൗസ്. എടാ ഇത് ഇവിടുത്തെ എന്റെ ദോസ്ത് ഫസൽ ഭായ്, പാകിസ്ഥാൻ. ആറ്റത്താണത്. പിന്നെ ഇവിടെ നോക്കാൻ നേരത്ത് ആ അറ്റത്ത് അവിടെ അതിന്റെ പ്രകോശം, ഏറ്റവും അറ്റത്ത് അവിടെ. ഇതിവിടെ ഇത് ഇപ്പൊ ഈ കണ്ടെയ്നർ, ഇപ്പൊ കാർഗോ ഹോൾഡ് എന്ന് പറഞ്ഞ സംഭവമാണ്. കണ്ടെയ്നർ ഇറക്കി വെക്കണത്, അതിന്റെ ഒക്കെ ഒരു സ്ട്രക്ചർ ആണിത്, പാട്ടാണ് അതിന്റെ. കണ്ടെയ്നർ കയറ്റി വെച്ചേക്കണത് ഇവിടെ. ഈ മോളി കാണുന്ന കണ്ടെയ്നർ അടിക്കൂടി നടക്കണം നമ്മള്. ഇത് കണ്ടെയ്നർ കെട്ടി വെക്കണ കമ്പിയാട്ടാ. അല്ലല്ല, അത് ഇവിടെ പോർട്ട് ചെയ്യുന്ന ആള് വരും. എടാ കമ്പി വെച്ചേക്കണുണ്ട് ഇങ്ങനെ. അങ്ങനെയാണ് കെട്ടി വെക്കണത്. അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് കയറി കൊടുത്തു. ഇതൊരു സ്പെഷ്യൽ സാധനമാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഇതാണ് സംഭവം. ഇതാണ്ട, അതായത് ഇപ്പൊ ഷിപ്പ് ഇപ്പൊ പകുതി വെച്ച് ഒടിഞ്ഞു പോയി വിചാരിക്കും. 2 കഷ്ണമായി. അല്ലെങ്കിൽ ഇവർക്ക് ഇപ്പൊ ആരെങ്കിലും ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കണായിരുന്നു, ഈ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്
അവർക്ക് സമയം കിട്ടിയില്ല. ഇപ്പൊ ഷിപ്പിന് എന്തെങ്കിലും പറ്റി, ഷിപ്പ് മുങ്ങിയാണ്, അല്ലെങ്കിൽ അവർക്ക് ഓടി ലൈഫ് ബോട്ടിൽ എത്താനായിട്ട് സമയം കിട്ടിയില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇതില് കയറിയിട്ടായിരിക്കും രക്ഷപ്പെടണത്. അതിനകത്ത് 6 പേര് മാക്സിമം കയറാൻ പറ്റും. ഇതുപോലെ ഇതാണ് ഈ സാധനമാണ് ഇത്. അത് ഇങ്ങനെ നമ്മൾ എടുത്ത് വെറുതെ വെള്ളത്തിലോട്ട് എറിയുക, എന്നിട്ട് ഈ കയറ് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലേറ്റ് ആവും. അത് ഇതുപോലെ വലുതാവും. ഇതാണ് ഇത് ഇൻഫ്ലേറ്റഡ് ആവും. ഇതിനകത്ത് ഗ്യാസ് നിറച്ചിട്ടുണ്ട്. ആ ഗ്യാസ് ഓപ്പൺ ആവും, റിലീസ് ആവും. അത് മറ്റേ സാധാരണ നമ്മുടെ ഈ സൈക്കിൾ ട്യൂബ് ഇല്ലേ, സൈക്കിൾ ട്യൂബ് വലുതായിട്ട് വരൂലേ, അതുപോലെ വലുതായിട്ട് ഇങ്ങനെ വരും. നമുക്ക് 6 പേര് കപ്പാസിറ്റി, 6 പേർക്ക് കയറി രക്ഷപ്പെടാം. ഇവിടെ ഒരു മഞ്ഞ കളറിലൊരു ബോർഡ് കണ്ട, ആ റോപ്പും ഒരു അത് ഷിപ്പിലോട്ട് എലിയൊന്നും കയറാതിരിക്കാനായിട്ട് വെക്കണ സാധനമാണത്. ആ റോപ്പിൽ എലി കയറുമല്ല, അതൊന്നും കയറാൻ റാറ്റ് ഗാർഡ് എന്നാണ് അതിനെ പറയണത്. അതിനകത്ത് കയറാതിരിക്കാനായിട്ടാണ് ആ സാധനം വെക്കണത്. എടാ ഇതാണ്ട് മറ്റേ ടൈറ്റാനിക്കിൽ ജാക്കും റോസും കൂടി ഇങ്ങനെ നിൽക്കൂലേ? അതെ, ആ സ്ഥലമാണ് ഈ സ്ഥലം. ഏറ്റവും മുമ്പിലെ സ്ഥലമാണ്. ജാക്ക് തുപ്പിയത് ഇവിടെ ഏകദേശം ഈ ഭാഗത്തായിരിക്കും. അല്ല, ജാക്ക് തുപ്പിയത് പുറകിലാണ്. അത് മുമ്പിലല്ല, പുറകില. മുമ്പിൽ ഇവിടെ ആയിരുന്നു മറ്റേ ഇങ്ങനെ നിൽക്കണത്. ഇതാണ് ഇപ്പൊ ഏറ്റവും ഷിപ്പിന്റെ ഫ്രണ്ട് വശം അല്ലേ? ഇതാണ് ഷിപ്പിന്റെ ഏറ്റവും ഫ്രണ്ട് വശം. ഇപ്പൊ ഇവിടെയാണ് നമ്മളിപ്പോ ഷിപ്പ് കെട്ടിയിടാനായിട്ടുള്ള റോപ്പ് ഉണ്ടല്ലോ. ഈ റോപ്പ് ഇവിടെ ഇപ്പൊ ഇങ്ങനെ നോക്കി ഇവിടെ കെട്ടിയിടക്കണ്ടല്ലോ. ഇവിടെ 3 എണ്ണം, ഇത് 3 എണ്ണം, ഇവിടെ 2 എണ്ണം, പിന്നെ ആ സൈഡില് 2 എണ്ണം ഉണ്ട്. അല്ല, 2 എണ്ണം ഉണ്ട്. മൊത്തം 7 എണ്ണം. അപ്പൊ അത് കെട്ടാനായിട്ട് ആ സാധനം നമ്മളിപ്പോ വലിച്ച് കയറ്റാനായിട്ടും ഇറക്കാനായിട്ടും യൂസ് ചെയ്യണ സാധനമാണ്. ഇതിന് വിഞ്ച് അല്ലല്ല, ഇതിപ്പോ മാനുവൽ വെച്ചാൽ ഇത് അതിനൊരു മോട്ടർ ഉണ്ട്. വിഞ്ച് എന്നാണ് ഇതിനെ പറയണത്. അതെ, നമ്മുടെ വിഞ്ച് അതല്ലേ. അപ്പൊ അത് വെച്ചിട്ട് ഇറക്കുകയും കയറ്റുകയും ചെയ്യേണ്ടത് ഇത് വെച്ചിട്ടുണ്ട്. ചൂണ്ട സാധാരണ ഞങ്ങളൊന്നും അല്ല, അങ്ങനെയല്ല. ഈ ഫിലിപ്പിനോസ് ഒക്കെ ഇടാറുണ്ട്. അതെന്റെ പണ്ടത്തെ കമ്പനിയാണത്. അതിന്റെ ആദ്യത്തെ കമ്പനിയാണ് APL. എടാ ഇതാണ്ട് നമ്മുടെ പെട്രോൾ പമ്പിൽ പോയിട്ട് നമ്മൾ പെട്രോൾ അടിക്കൂലേ, പെട്രോൾ അടിക്കുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ ചെറിയ ബോട്ട് വരും. വേറെ ബോട്ടല്ല, ബങ്കർ ബാർജ് എന്ന് പറയും. ചെറിയത്. അതിനകത്ത് കൊണ്ടുവന്നിട്ട് അവരുടെ പൈപ്പ് ഇതിനകത്തോട്ട് കണക്ട് ചെയ്തിട്ട് അടിച്ചു കൊടുക്കും. ഇപ്പൊ ലിറ്ററിന് 108 രൂപ എന്നാണ് തോന്നുന്നത്. ഇപ്പൊ മുങ്ങിപ്പോവാൻ പോണ ഒരവസ്ഥ, അല്ലെങ്കിൽ തീ പിടിച്ച് ഷിപ്പിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ബോട്ട്. ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്നു, ഉപയോഗിക്കാൻ പറ്റില്ല. കേറണം. ചെറിയൊരു ബോട്ട്. ഇവിടെ സ്റ്റിയറിംഗ്, എഞ്ചിൻ മൂവ് ചെയ്യാനായിട്ട്. പിന്നെ ലൈറ്റ്, സർച്ച് ലൈറ്റ്. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഷിപ്പ് മുങ്ങാൻ നേരത്ത് ഇപ്പൊ രക്ഷപ്പെടാൻ സമയത്ത് നമ്മള് ഓരോരുത്തരുടെ സീറ്റിൽ വന്നിരിക്കും. ഇങ്ങനെ നമ്മള് സീറ്റ് ബെൽറ്റ് ഇട്ട്, കാറിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് എല്ലാരും കൂടി ഇതിനകത്തിരിക്കും. എന്നിട്ട് വെള്ളത്തിലോട്ട് ഇറക്കും. എന്നിട്ട് പിന്നെ ഇതിനകത്ത് രക്ഷപ്പെടും. ഇതുപോലത്തെ തന്നെ പറഞ്ഞാൽ അപ്പുറത്തുണ്ട്. കാരണം ഈ സൈഡ് എങ്ങാനാണ് അപകടം പറ്റിയിട്ട് ഇപ്പൊ നമ്മുടെ ഈ സൈഡ് ചരിഞ്ഞ് മുങ്ങിക്കിടക്കുന്നതായിരിക്കും. അപ്പൊ അപ്പുറത്തെ സൈഡിൽ രക്ഷപ്പെടും. അപ്പുറത്തും കപ്പാസിറ്റി സെയിം തന്നെയാണ്, 31 പേര് തന്നെയാണ്. ഇവിടെ എങ്ങനെയാണ് അതൊക്കെ ഇതിനകത്തുണ്ട്. കപ്പാസിറ്റി ഒരു 27 മണിക്കൂർ ഓടാനായിട്ടുള്ള കപ്പാസിറ്റികളുണ്ട്. പിന്നെ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി അല്ല, ബിസ്ക്കറ്റ് ടൈപ്പിലുള്ള ഫുഡ് ഉണ്ട്. പിന്നെ വെള്ളമുണ്ട്. അത് തന്നെ ഒരു 5 എക്സ്പയറേഷൻ ഡേറ്റ് ഉണ്ട്. അത് പാക്കറ്റ് ആണ്. ഫുഡും ബിസ്ക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് ടൈപ്പ് ഫുഡ്, പിന്നെ വെള്ളം പാക്കറ്റിൽ. അപ്പൊ അതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അത് കഴിയുമ്പോൾ നമ്മളത് മാറ്റി പുതിയത് വെക്കും. ഇങ്ങോട്ട് വാ, ഇനി മെയിൻ സാധനം ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം. റോസ് കുപ്പി അതല്ല, ഇതാണ് ഈ പറഞ്ഞ ചെറിയൊരു ആങ്കർ. അതാണ് ഷിപ്പിന്റെ ആങ്കർ. ഇതുപോലത്തെ തന്നെ അപ്പുറത്തുണ്ട് കേട്ടോ, ആ സൈഡിലുണ്ട്. അത് കണക്ട് ചെയ്തേക്കാണ് ഈ കാണുന്നത്. നമുക്ക് താഴെപ്പെട്ട് കാണാം. ഷിപ്പിന് മുന്നോട്ട് താഴെപ്പെട്ട് കാണിച്ചു തരാം എനിക്ക്. ഇത് ഇവിടെ ഇത്ര വലിയ ചെയിനിലാണ് കണക്ട് ചെയ്തേക്കണ ആങ്കർ. അത് താഴോട്ടാ പോണത്. ഇങ്ങോട്ട് പോയ ഇതിലൊന്ന് കാണിച്ചു തരാം. ഇതിലൂടെ പോയിക്കോ. അത് ഇറക്കും നമ്മള് വിഞ്ചില് ഇറക്കും. ഇന്നലത്തോട്ട് ഇതിന്റെ ബാക്കിയുള്ള ചെയിൻ എല്ലാം താഴെ ഒരു ലോക്കർ ഉണ്ട്, ചെയിൻ ലോക്കർ. അതിന്റെ ഉള്ളിൽ ഇട്ട് വെച്ചേക്കണം. ഫുള്ളായിട്ടുള്ള ആങ്കർ എന്തോരം ഉണ്ടെന്നുള്ളത്. ഇവിടെ ഒരു സ്പെയർ ആയിട്ടൊരു ആങ്കർ ഉണ്ട്. 2 ആങ്കർ കൂടാണ്ട് ഒരു സ്പെയർ ആങ്കർ ഉണ്ട് ഇവിടെ. അത് എല്ലാ ഷിപ്പിലും അങ്ങനെ കാണില്ല, പക്ഷെ ഇവിടെ ഉണ്ട്. ഇതാണ് ചെറിയ ആങ്കർ. അതെ, ആ കൊടക്കമ്പി പോലത്തെ സാധനമാണ് ഈ കാണുന്നത്. അതെ,
പോർട്ടിലെ പൈലറ്റ് എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ല മറ്റേ ഇപ്പൊ ലോക്കൽ നോളജ് ആയിട്ടുള്ള നമ്മളെ ഷിപ്പ് കടലിൽ നിന്ന് ഇങ്ങോട്ട് പോർട്ടിലോട്ട് കൊണ്ടുവരുന്നത് പോർട്ടിലെ ക്യാപ്റ്റൻ ആയിരിക്കുള്ളൂ. അതാണ് പൈലറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവര് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡോറ് തുറക്കും, അവര് ബോട്ടിൽ ഇവിടെ വരും. ഇവിടെ ഇവിടെ അല്ല, കടലിൽ ഷിപ്പ് മൂവ് ചെയ്തോണ്ടിരിക്കുള്ളൂ, ബോട്ട് അതുപോലെ തന്നെ വരും. നമ്മളപ്പോ ലാഡർ ഇട്ടിട്ടുണ്ടാവും, ഈ ഡോറ് തുറക്കും, എന്നിട്ട് അതിലേക്ക് കൂടി കയറി അവര് ആളെ കയറ്റും, എന്നിട്ട് അവര് പിന്നെ മുകളിൽ വരും. ഇതാണ് എഞ്ചിൻ കൺട്രോൾ റൂം. എഞ്ചിൻ കൺട്രോൾ ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യണത് ഇവിടെയാണ്. ഇതുപോലത്തെ തന്നെ സാധനമാണ് ഞാൻ ബ്രിഡ്ജിൽ നേരത്തെ കാണിച്ചിരുന്നില്ലേ, ഇതിന്റെ റിപ്പീറ്റർ ആണ് അവിടെ ഉള്ളത്. പിന്നെ ബാക്കി എല്ലാ ഇവരുടെ സ്വിച്ച് ബോർഡും കാര്യങ്ങളെല്ലാം ഇതിന്റെ ഉള്ളിലാണ് വെച്ചേക്കുന്നത്. ഇവരുടെ അണ്ടറിൽ എഞ്ചിൻ ഉണ്ട്, മെയിൻ എഞ്ചിൻ, പിന്നെ ബാക്കപ്പ് ആയിട്ടൊരു 4 എഞ്ചിൻ ഉണ്ട്, ഓക്സിലറി എഞ്ചിൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഇത് വെള്ളം ഉണ്ടാക്കണ ഫ്രഷ് വാട്ടർ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള മോട്ടർ. സിൽവർ കളറുള്ള സാധനമാണ് ഫ്രഷ് വാട്ടർ ജനറേറ്റർ, വെള്ളം ഉണ്ടാക്കണം. എഞ്ചിൻ റൂമിന്റെ വർക്ക്ഷോപ്പ്. അതന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യണത്. ഗൈസ് നമ്മളിപ്പോ ഷിപ്പിൽ നിന്ന് ഇറങ്ങി, നമ്മൾ ജർമ്മനി കറങ്ങാൻ ചെപ്പേട്ടൻ ജർമ്മനി എടുത്തിട്ടുണ്ട്. ഇല്ല കാണാൻ കണ്ടിട്ടുണ്ട? ഇല്ല, ഞാൻ കണ്ടു ജർമ്മനിക്കില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഹാംബർഗിൽ പോയിട്ടുണ്ട്. ഹാംബർഗ് ബ്രഹ്മഹാവൽ ഫസ്റ്റ് ടൈമാണ്. ഓക്കെ. ബ്രഹ്മഹാവൽ ഞാൻ ഇന്നലെ വന്ന സമയത്ത് സിറ്റി അത്രയും സെറ്റ് ആയില്ല, എന്നാലും നമുക്ക് നോക്കാം. അപ്പൊ ഇന്ന് ഇവരെ സിറ്റി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ. സിറ്റി അവിടെ ഉണ്ടായത് ദൈവത്തിനറിയാം, ഞാനിത് വീട്ടിൽ കണ്ടിട്ടില്ല, ഞാനും ഇവിടെ ആദ്യമായിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോ സ്റ്റേ ട്യൂൺ. ഞങ്ങൾ സിറ്റിയിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഗൈസ് അവന്മാര് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയാണ്. ഞായറാഴ്ച അറിയാലോ ജർമ്മനിലെ അവസ്ഥ, ഒരു കടവലും തുറക്കൂല. അതിന്റെ പേരിൽ മൂഞ്ചിപ്പോയി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഉമര പറഞ്ഞ് ഞാൻ പറ്റിച്ച് നല്ല സ്ഥലങ്ങളൊക്കെ കിടക്കായ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നാക്കിയാണ്. അത് വിശ്വസിച്ച് മണ്ടന്മാരെ നടപ്പുണ്ട്. ഇനി കപ്പലിൽ നിന്ന് വന്നാൽ ഞങ്ങളാ കപ്പല് കാണിക്കാൻ കൊണ്ടുവന്നേക്കണേ ഈ തെണ്ടി. വേറെ കപ്പലിതേ, ഈ മൊത്തം കപ്പല് ഞാൻ വേറെ കപ്പലായിട്ട് കാണിച്ചു കൊടുത്തു. ഇതേ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകാണ്ടോ, അവിടെ നല്ല പാർക്കുണ്ട്, വാക്ക് വേ. അവിടെ എന്തായാലും നല്ല റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ടാവും. വാ, ഇന്ന് ചെപ്പനെ ഞാൻ ഡോണർ ബോക്സ് വിളിച്ചു കൊടുക്കുന്നതാണ് ഗൈസ്. ഇവിടെ പഴയ കുറെ ബോട്ടുകൾ കൊണ്ടിട്ടുണ്ട്. ഇത് കാണാനാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ പോയാൽ മതിയായിരുന്നു. നാട്ടിൽ ഇതൊക്കെ തന്നെ സെറ്റപ്പ്. നാട്ടിൽ ബോട്ട് കണ്ട് മടുത്തിട്ടാണ് ഷിപ്പ് കാണാൻ വന്നത്. ഷിപ്പ് കണ്ട് ഇറങ്ങി ഒന്ന് സിറ്റി കാണാന്ന് ചോദിച്ചപ്പോൾ മൊത്തം പിന്നെയും ബോട്ട് ഒരു കടയുമില്ല. പാവങ്ങളൊന്നും നിനക്ക് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ഞായറാഴ്ച ഇലക്ട്രിക്കൽ ഓഫീസർ ട്രെയിനിൽ കണ്ടുപിടിക്കണം. പറയും ഗൈസ് ഈ സാധനം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതന്നെ നീ ഉദ്ദേശിച്ച സാധനം തന്നെ. ഇവിടെ ബോട്ട് ഉള്ളിലോട്ട് മറ്റേ പനാമ കനാൽ സെറ്റപ്പ് ആണോ? പനാമ കനാൽ. ഓക്കെ മച്ചന്മാരെ ഇത് പൊളിച്ചട്ടാ ഈ സ്ഥലം നോക്കി. എന്റെ മോനെ, ബ്രഹ്മഹാവലി ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാ, എന്ത് ഭംഗിയാണ്. ഇതേ ഉണ്ടാ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? ഇത് കിട്ടില്ല സ്ഥലമുണ്ട്. എന്നെ കണ്ട അത് ആകർഷിച്ചു. നല്ല ഭംഗിയുണ്ട് കാണാൻ, പൊള്ളി സ്ഥല. ഇതാ കാണണ്ട, അവർ ചില്ലും കൂട്ടി നടന്നു പോകണല്ലാണ്. ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് റോഡാണെന്ന് തോന്നുന്നു. അവർ ചില്ലും കൂട്ടി നടന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്, ഫീൽ ചെയ്യണത്. ജർമ്മനിയിൽ വന്നിട്ട് നമുക്ക് ജർമ്മൻ ഫുഡ് മേടിച്ചു കൊടുക്കാനുള്ള അവസ്ഥ ഇവിടെ ഇല്ല. കാരണം കടയുടെ പേരാണ് കുണ്ടൻ സെന്റർ. കുണ്ടൻ സെന്റർ. എടാ കുണ്ടൻ സെന്റർ എന്താണെന്നറിയോ? ഇല്ല. കസ്റ്റമർ ആണാ? കുണ്ടന്റെ അർത്ഥം കസ്റ്റമർ എന്നാണ്. ക്ലൈന്റ് കുണ്ടൻ തെറി പറഞ്ഞു. കുണ്ടൻ സെന്റർ ഗൈസ്. അപ്പൊ പറഞ്ഞു തന്നത് ഇവരമ്മ കബാബ് മേടിച്ചു കൊടുക്കാൻ പോണു. കാരണം നമുക്ക് നല്ല കറി പൂശിയ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഷോപ്പുകളിലൂടെ അവൈലബിൾ അല്ല. നമ്മൾ ഡോണർ കഴിക്കാൻ പോകും. ഡോണർ സെറ്റായി. കാണാൻ പറയാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ ഗൈസ് നമ്മളങ്ങനെ അവസാനം പിരിയാണ്. ചെപ്പേട്ടൻ ഷിപ്പിലേക്ക് തിരിച്ചു പോവുകയാണ്. അതെ, ചെപ്പേട്ടൻ എന്നാണ് തിരിച്ചു പോകണത്? ഇവിടെ ഷിപ്പിൽ നിന്ന് നാളെ ബ്രഹ്മഹാവലി നാളെ പോകാം. ഓക്കെ, ഇനി കാണാൻ പോണത് അടുത്ത കൊല്ലം ഒരു കൊല്ലം തന്നെ. ഇനി നമ്മ നാട്ടിൽ വെച്ചേ കാണുള്ളൂ. ഷിപ്പിൽ വെച്ചുള്ള പരിപാടി ഇല്ല. ജർമ്മനി വിസിറ്റ് തീർന്നു. ഇനി നേരെ ഞാൻ ബെർലിനിലേക്ക് പോകും. ഇവന്റെ കല്യാണത്തിന്. അതെ, ഇനി ഞാൻ നേരെ ബെർലിനിലേക്ക് പോകും, ഇവര് ഷിപ്പിലേക്ക് പോകും. അപ്പോൾ ഞങ്ങൾ പിരിയാണ്. അടിപൊളി ദിവസമായിരുന്നു. 2 ദിവസം ഞങ്ങൾ അടിച്ച് പൊളിച്ച്. 2 ദിവസമല്ല, ഇന്നലെ 2 ദിവസം അടിച്ച് പൊളിച്ച്. അപ്പോൾ ഗൈസ് ഇതൊക്കെ നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.